നമസ്കാരം, ഞാൻ ഡോക്ടർ ഷമീം, കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലിനിക്കൽ ഡയറക്ടർ ആൻഡ് ഗ്രൂപ്പ് കോർഡിനേറ്ററാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് നമ്മുടെ വർത്തമാനകാലത്ത് ഇപ്പോൾ പ്രാധാന്യമേറിയിട്ടുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ലഹരികളിലോട് അടിമപ്പെടുന്ന കണ്ടീഷൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, പണ്ട് കാലത്തും ആളുകൾ ലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കോമൺ ആയിട്ട് ലഹരികൾ എന്ന് പറയുന്നത് പണ്ട് കാലത്തെല്ലാം നമുക്ക് ആൽക്കഹോൾ അല്ലെങ്കിൽ ടൊബാക്കോയിലോട്ടുള്ള അഡിക്ഷൻ ആയിരുന്നു. പക്ഷേ ഇന്ന് വർത്തമാന കാലത്ത് നമുക്ക് പല രീതിയിലുള്ള ലഹരികളും അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിലോട്ടെല്ലാം ആളുകൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളിൽ അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് ഗ്രൂപ്പുകളിലൊക്കെല്ലാം നമുക്കിപ്പോൾ അഡിക്ഷൻ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. ഇനി ഏതെല്ലാം പദാർത്ഥങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെല്ലാം ലഹരികൾക്ക് അടിമപ്പെടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നതാണ് നമ്മൾ കനാബിസ് എന്ന് പറയുന്നത്, കഞ്ചാവ്. കാരണം അത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് അവൈലബിൾ ആണ്. ഈവൻ അത് ഇല്ലീഗൽ ആണെങ്കിൽ പോലും പല ഏരിയകളിലും ഇത് അവൈലബിൾ ആണ്. കുട്ടികൾക്ക് അത് ഈസിലി റീച്ചബിൾ ആണ്. അത് ഒരു റീസൺ ആണ് നമ്മൾ കഞ്ചാവ് അല്ലെങ്കിൽ കനാബിസിന് അഡിക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി. ഇനി രണ്ടാമതായിട്ട് കാണപ്പെടുന്നതാണ് നമ്മൾ ഒപ്പിയോയിഡുകൾ. കാരണം നമുക്കറിയാം, നമ്മൾ പല വേദന സംഹാരികളും കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ മോർഫിൻ, ഫെൻറ്റാനിൽ, ഇങ്ങനെയുള്ള ഡ്രഗ്സുകളെല്ലാം നമ്മൾ ആക്ച്വലി വേദന സംഹാരികളായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ അതും അതിൻ്റെ അമിത ഉപയോഗം ഡെഫിനറ്റ്ലി അഡിക്ഷനിലോട്ട് തന്നെയാണ് കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെയും എത്തിക്കുന്നത്. പിന്നീട് കണ്ടുവരുന്നതാണ് നമ്മൾ ഹെറോയിൻ, കൊക്കെയിൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ആക്ച്വലി അത്ര സുലഭമല്ലായിരുന്നു ഒരു കാലം വരെ. നമുക്ക് പുറത്ത് വെസ്റ്റേൺ കൺട്രീസിലെല്ലാം വളരെ സുലഭമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഹെറോയിൻ, കൊക്കെയിൻ എന്നെല്ലാം പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നീട് കണ്ടുവരുന്നതാണ് മെത്താംഫിറ്റമിൻ അല്ലെങ്കിൽ MDMA എന്ന് പറയുന്ന ഡ്രഗ്. അതും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിലും വേണമെങ്കിൽ നമുക്ക് അഡിക്ഷൻ അല്ലെങ്കിൽ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസിലും ഉണ്ടാക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയായിരിക്കും ലക്ഷണങ്ങൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു അഡോൾസെൻറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ പല പല ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുവരാം. പക്ഷേ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉള്ളത് കൊണ്ട് ആ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതല്ല അർത്ഥം. അവർക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ കാരണവും ഈ ലക്ഷണങ്ങളെല്ലാം കണ്ടുവരാവുന്നതാണ്. ഏറ്റവും നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സ്വഭാവത്തിലുള്ള വ്യതിയാനങ്ങളാണ് ആദ്യമേ നമുക്ക് കണ്ടുവരിക. കാരണം ഇപ്പോൾ ഒരു സ്കൂളിൽ ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ആക്റ്റീവ്നെസ് വളരെ കുറയുക. സ്കൂളിൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും കിടന്നുറങ്ങുക. ഫ്രണ്ട്സിൻ്റെ അതായത് കുട്ടികൾ മിങ്കിൾ ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ടുള്ള മിങ്കിളിങ് ആക്ച്വലി കുറയുക. അല്ലെങ്കിൽ കൂടുതൽ വേറെ കുറേ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും അവരെപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞാലും അടച്ചിട്ട് എപ്പോഴും റൂമുകളിൽ തന്നെ ഇരിക്കുക. ഭക്ഷണം കഴിക്കുന്നത് കുറയുക. ചില ഡ്രഗ്സുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് കൂട്ടുക. പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയുക അല്ലെങ്കിൽ വെയിറ്റ് കൂടുക. ഉറക്കം വരാതിരിക്കുക രാത്രി. പെട്ടെന്ന് തന്നെ അവർ നമ്മൾ ചെറിയൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും അവർ റെസ്പോണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ വളരെ വളരെ വൈകാരികമായിട്ടായിരിക്കും. വളരെയധികം സ്ട്രെസ് കൂടിയ ഒരു കണ്ടീഷൻസിലായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാമാണ് കൂടുതലായിട്ടും ഇവരിൽ കണ്ടുവരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ലക്ഷണങ്ങളുള്ള കുട്ടികളെല്ലാം ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതല്ല അർത്ഥം. ഇനി അവർക്ക് ഈ സ്കൂൾ ഗോയിങ് ഗ്രൂപ്പിന് ഞാൻ എപ്പോഴും എടുത്തു പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കാണ് ഇതൊരു കുറച്ചും കൂടെ ഈസിയറായിട്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത് കുറച്ചും കൂടെ ഈസിയറായിട്ട് ഇത് അവൈലബിൾ ആവുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാത്തിനോടും ഒരു ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൺസ്യൂം ചെയ്യാനുള്ള ഒരു ആങ്സൈറ്റി വരുന്നൊരു ഏജ് ഗ്രൂപ്പ് ആ ഒരു ഏജ് ഗ്രൂപ്പ് തന്നെയാണ്. എപ്പോഴും നമ്മൾ പാരൻസ് ആണ് എപ്പോഴും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളിലുണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും നമ്മൾ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്ത് അത് അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇനി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ സപ്പോസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു നമ്മുടെ കുട്ടി ഇതുപോലെയുള്ള ചേഞ്ചസ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലഹരിക്ക് ചെറിയ ചെറിയ പദാർത്ഥങ്ങൾ എന്തെങ്കിലും എടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് അവരെ ഒരിക്കലും ഒറ്റപ്പെടുത്താതിരിക്കുക, മർദ്ദിക്കാതിരിക്കുക. അവരോട് ചൂടായിട്ടോ അല്ലെങ്കിൽ മർദ്ദിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അവരെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടോ ഈ പ്രശ്നം തീരത്തില്ല. കാരണം നമ്മളിപ്പോൾ ഒരാൾക്കൊരു ഫീവർ വന്നു കഴിഞ്ഞാൽ, ഒരു പനി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികൾക്കും കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ്. കാരണം ആ ലഹരി കാരണം അവരുടെ തലച്ചോറിൽ പല പല ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പോൾ ആ ചേഞ്ചസിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പല കുട്ടികളും തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ടും നോർമലായി വരാറുമുണ്ട്. അപ്പോൾ ആദ്യമേ പെട്ടെന്ന് തന്നെ ഒരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക. എന്നിട്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് കൂടുതലും ഇത് കിട്ടാതെ ആകുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ ഈ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളായിരിക്കും കണ്ടുവരുന്നത്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നമ്മൾ യൂഷ്വലി കൊടുക്കാറുള്ളത്.
അപ്പോൾ എപ്പോഴും നമ്മളൊരു മെഡിക്കൽ വിത്ത് ഒരു സൈക്കോളജിസ്റ്റ് വിത്ത് നമ്മുടെ ഫാമിലി സപ്പോർട്ട് കൂടിയ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് കുറക്കാവുന്നതാണ്. ഇനി പല രീതിയിലുള്ള വിഡ്രോവൽ സിംറ്റംസ് ആയിരിക്കും അവർക്ക് കണ്ടുവരുന്നത്. ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ തന്നെയായിരിക്കും തീർച്ചയായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഏർലിയറായിട്ട് പിക്ക് ചെയ്ത് ഏർലിയറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് നമുക്ക് തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.